ഹലോ, ഗുഡ് ഈവനിങ് ആണ് കേട്ടോ. കാരണം വൈകുന്നേരമായി 4:30 കഴിഞ്ഞെന്ന് തോന്നുന്നു. അപ്പോൾ ചായ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇന്ന് പ്രത്യേകിച്ച് സ്നാക്സ് ഒന്നും ഉണ്ടാക്കുന്നില്ല. കുറച്ച് ബേക്കറി ഇരിപ്പുണ്ട്, നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതും ഇവിടെ നിന്ന് വാങ്ങുന്നതും ആയിട്ടുള്ള കുറച്ച് ബേക്കറി ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ ചായ വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് പഞ്ചസാരയും ജാഗരിയൊക്കെ കഴിഞ്ഞു. ഞാനിവിടെ ചായയിൽ പഞ്ചസാര അല്ല കേട്ടോ ഇടാറ്, ജാഗരിയാണ്, മറയൂർ ശർക്കരയാണ് ഇടാറ്. അപ്പോൾ അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് വെച്ച് ഇന്ന് വാങ്ങിക്കൊണ്ടുവന്നതാട്ടോ ശർക്കര. സാധാരണ ശർക്കരയ്ക്ക് ചെറിയൊരു ഉപ്പിൻ്റെ രുചി ഉണ്ടാവും, ഈ മറയൂർ ശർക്കരയ്ക്ക് അങ്ങനെ ഇല്ല. അതുകൊണ്ടാണ് കേട്ടോ അത് യൂസ് ചെയ്യുന്നത്. എത്രത്തോളം നല്ലതാണെന്നൊന്നും അറിയില്ല, കാരണം ഷുഗറിന് പകരം യൂസ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ എനിക്കും മോനും മാത്രമേ വേണ്ടൂ ചായ. മോള് ചായയൊന്നും കുടിക്കില്ല. അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് പാലും ഒരു ഗ്ലാസ് വെള്ളവും ഒഴിച്ച് ഒന്ന് അങ്ങനെയാണ് കേട്ടോ ചായ വെക്കാറ്. അല്ലാതെ വെള്ളത്തിൽ പൊടിയിട്ടിട്ടല്ല കേട്ടോ ചായ വെക്കാറ്. പാലും വെള്ളവും മിക്സ് ചെയ്തിട്ട് ഒന്നിച്ച് തന്നെ ചായ വെക്കും. അപ്പോൾ ബേക്കറി ആയിട്ട് ഇന്നിവിടെ ഇതുപോലെ ലഡു, കേക്ക്, മിക്സ്ചറ്, അങ്ങനെയൊക്കെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒരു പ്ലേറ്റിലെടുത്ത് വെച്ചു. 2 പേർക്കും ചായ എടുത്ത് വെച്ചു. അപ്പോൾ മോന് ജാഗരി വേണം കേട്ടോ, അവന് മധുരം വേണം. ഞാൻ മധുരമൊന്നും ഇടാറില്ല. അപ്പം അതും കൂടി എടുത്ത് ഞാനും മോനും മോളും കൂടി ചായ കുടിക്കുകയാണ്. മോൾക്ക് ചായ വേണ്ട, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അവൾ എന്തെങ്കിലും സ്നാക്സ് മാത്രം കഴിക്കും, അത്രയേ ഉള്ളൂ. നേരത്തെ സ്കൂളിൽ നിന്ന് വന്നപ്പോൾ ജ്യൂസ് കൊടുത്തിരുന്നു 2 പേർക്കും. നമ്മളുടെ ആ ജാമുൻ ജ്യൂസ് ഉണ്ടല്ലോ, അതുണ്ടാക്കി കൊടുത്തു, അത് കഴിച്ചു. അതിനുശേഷം ഇത് കഴിക്കുകയാണ്. അപ്പോൾ ചായയൊക്കെ കുടിച്ചു, ഒന്ന് അടിച്ചൊക്കെ വാരി ക്ലീനൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ കത്തിച്ചു. 7 മണിയൊക്കെ ആയി കേട്ടോ. അപ്പോൾ ഞാൻ ഫുഡ് ഉണ്ടാക്കാൻ പോവുകയാണ്. സാമ്പാർ ഇരിപ്പുണ്ട്, അപ്പോൾ എന്തെങ്കിലും അപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഉരുളിയപ്പമാണ് കേട്ടോ ഉണ്ടാക്കുക. എല്ലാവരും നാട്ടിലുണ്ടോയെന്നൊന്നും അറിയില്ല, പക്ഷെ നമ്മളെ നാട്ടിലുണ്ട്. 2 മണിക്കൂർ കുതിർത്ത് വെച്ച പച്ചരിയും തേങ്ങ ചിരവിയതും കൂടി മിക്സിയിലിട്ട് നന്നായി അടിച്ചു കൊടുക്കും. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കും. പിന്നെ സവാള, ഒരു കഷ്ണം സവാള എടുത്ത് നന്നായി കഴുകിയതിന് ശേഷം കുനുകുനിയായിട്ട് അരിഞ്ഞെടുക്കും. അതും കൂടി ഈ അരച്ച് വെച്ച മാവിലേക്ക് ഇട്ട് കൊടുക്കും. പിന്നെ ബാലൻസ് വന്ന കുറച്ച് തേങ്ങ ചിരവിയത് ഒരു സ്പൂൺ ബാക്കി വന്നിരുന്നു, അതും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഇതാണ് കേട്ടോ ഉരുളി. എല്ലാവരും കണിയൊക്കെ വെക്കാൻ യൂസ് ചെയ്യുമായിരിക്കും. ഇതിൻ്റെ വലുത്, ഇത് ചെറുതാണ് കേട്ടോ. വീഡിയോയിൽ കാണുമ്പോൾ കുറച്ച് വലുതായി കാണുന്നേ ഉള്ളൂ, ചെറുതാണ് കേട്ടോ. ഇതിലിങ്ങനെ കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം ഒരു 2 തവി മാവ് ചുറ്റി ഒഴിച്ചു കൊടുക്കും. എന്നിട്ടൊന്ന് അടച്ചു വയ്ക്കും. 2 മിനിറ്റ് കഴിയുമ്പോൾ അതൊന്ന് തിരിച്ചിടും. എന്നിട്ട് 4 പീസായി കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് കറിയോടൊപ്പം കഴിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഒരു പപ്പായ ഇരിപ്പുണ്ട്, വലിയ പപ്പായ കേട്ടോ. ഞാൻ കഴിക്കില്ല കേട്ടോ, എനിക്കിഷ്ടമല്ല പപ്പായ. ഞാൻ കഴിക്കും, പക്ഷെ നമ്മളെ നാട്ടിലുള്ള പപ്പായ ഉണ്ടല്ലോ, മറ്റേ യെല്ലോ കളറ്, നല്ലോണം പഴുക്കാത്ത പപ്പായ, നല്ല പഴുത്ത പപ്പായ എനിക്കിഷ്ടമല്ല. അപ്പോൾ അതും കൂടി കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കഴിച്ചോളും എന്ന് വിചാരിച്ച് പകുതി ഞാൻ അങ്ങനെ നന്നായി ഒരു ക്ലിങ് റാപ്പും ഉണ്ട്, റാപ്പ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നാളെ യൂസ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. ബാക്കിയുള്ളത് നന്നായി കഴുകിയതിന് ശേഷം ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് വെച്ചു. അപ്പോൾ പിന്നെ വേണ്ടവർ ഒരു സ്പൂണും കൂടി അതിലിട്ട് കൊടുത്താൽ അവർക്ക് ഇഷ്ടമില്ലാതെ അവർ വന്നെടുത്ത് കഴിച്ചോളും. കാരണം ഇത് കുറേ ദിവസം വെച്ചാൽ ചീത്തായി പോകുമല്ലോ. നല്ല പഴുത്ത പപ്പായായിരുന്നു, നല്ല മധുരം ഉണ്ടെന്നാണ് പറയാറ് കേട്ടോ ഇവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എനിക്കെന്തോ നല്ലോണം പഴുത്ത പപ്പായ ഞാൻ കഴിക്കാറില്ല. പക്ഷേ ഈ റെഡ് പപ്പായ ഉണ്ടല്ലോ, എനിക്കതൊരു ഇഷ്ടമില്ല. എനിക്ക് കഴിക്കാനും ഇഷ്ടമല്ല, ഇതിൻ്റെ ജ്യൂസ് ഉണ്ടാക്കിയാലും എനിക്കിഷ്ടമല്ല. അതിൻ്റെ ഇടയിൽ അപ്പമൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ, ചൂട് ആയിക്കഴിയുമ്പോൾ തിരിച്ചിട്ട് അപ്പമൊക്കെ എടുക്കുന്നുണ്ട്, അടുത്ത ട്രിപ്പ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കുട്ടികൾക്ക് പഠിക്കാനുണ്ടൊക്കെ ഉണ്ടാവും, അതൊക്കെ പഠിപ്പിക്കും. പിന്നെ കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് അങ്ങനെ ഒന്ന് കിടന്നുറങ്ങും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു, ബൈ.